ഹായ്, വെൽക്കം ടു എയ്സഡ് ബി അക്കാഡമി. എയ്സഡ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്താണ്, PSC യുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്? നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഒക്ടോബറിൻ്റെയും സെപ്റ്റംബറിൻ്റെയും കലണ്ടർ ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് അവസാനമായിട്ട് ഇപ്പോൾ എന്ത് മനസ്സിലായി? ഓൾറെഡി കുറച്ച് ജില്ലകളുടെ സെപ്റ്റംബറിലെ നമുക്ക് മനസ്സിലായിരുന്നു എന്നായിരിക്കും നമുക്ക് എക്സാം വരാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഒക്ടോബറിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് എല്ലാ എക്സാമിൻ്റെ ഡേറ്റും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്കിത് സ്വന്തമായിട്ട് വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എല്ലാവർക്കും കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ പോകണം? നിങ്ങളുടെ കേരള PSCയുടെ സൈറ്റിൽ പോകണം. PSC തുളസി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് PSCയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറാം. സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മുടെ എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞൊരു എന്തുണ്ടാവും, നമുക്കൊരു വിൻഡോ ഉണ്ടാവും. ആ വിൻഡോയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, ഇവിടുന്ന് ഏതിൽ കയറണം? ഈ കാണുന്ന വിൻഡോയിലേക്ക് നമ്മൾ കയറണം. കയറുമ്പോൾ നമുക്ക് എന്താണ്, ഇതേപോലെ നമുക്ക് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം എവിടെ കാണും? നമുക്ക് ഈ സൈറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒക്ടോബറിൽ എന്ത് വന്നിട്ടുണ്ട്? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ നോട്ടിഫിക്കേഷനകത്ത് നമ്മുടെ ബാക്കി വരാനുണ്ടായിരുന്ന എവിടത്തെയൊക്കെ ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്, അങ്ങനെ കൊല്ലം, എറണാകുളം, അങ്ങനെ പല സ്ഥലത്ത് വന്നിട്ടുണ്ട്? ബാക്കി ജില്ലകളുടെ എല്ലാം നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നിങ്ങളുടെ സിലബസ്, ഓരോ ജില്ലയിലും എത്ര ആൾക്കാർ എങ്ങനെ നിങ്ങളുടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അതേപോലെ സാധാരണ എക്സാം എന്നൊക്കെയാണ്, എത്ര പാർട്ടായിട്ടാണ്, ഏത് ടൈമിലൊക്കെയാണ് നടക്കുന്നത്, ഏത് ഡേറ്റിലാണ് നടക്കുന്നത്, ഏത് കൺഫർമേഷൻ എപ്പോഴാണ് കൊടുക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ അറിയാൻ പറ്റും? ഞാൻ പറഞ്ഞ പോലെ ഈ സൈറ്റിൽ കയറി PDF എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കിപ്പോൾ നമ്മൾ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഈ ഡേറ്റ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കില്ലേ നിങ്ങളെല്ലാവരും, BFAക്ക് വേണ്ടിയിട്ടും അതുപോലെ അല്ലെങ്കിൽ വേറെ പല എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് പേര് എനിക്കിത് പഠിക്കാൻ സമയം കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിതാ ഈ ജില്ലക്കാരാണെങ്കിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, ഈ ജില്ലകളിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ സെപ്റ്റംബർ 19-നാണ് നിങ്ങളുടെ എക്സാം. വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്നുള്ള അല്ലെങ്കിൽ ഫുൾ സിലബസ് പഠിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള അല്ലാതെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് അതിനകത്തെ മിസ്റ്റേക്കുകളിൽ ആ ടോപ്പിക്ക് പഠിച്ച് അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഫുൾ സിലബസ് പഠിക്കാണ്ട് നമ്മൾ കുറച്ചുകൂടെ ബ്രീഫായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ മുമ്പിലും ടൈമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സാം വരുന്നത് 17 ഒക്ടോബറാണ്. അതും ശനിയാഴ്ചയാണ്. എവിടെയൊക്കെ? ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ്. ഓക്കെ, ഈ ജില്ലകൾക്ക് നമ്മുടെ എക്സാം? 17 ഒക്ടോബറിനാണ് എക്സാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈമുണ്ട് കേട്ടോ പഠിക്കാൻ. നിങ്ങൾക്ക് ഇപ്പോൾ വിചാരിച്ചാലും നമുക്ക് സർക്കാരിൻ്റെ എന്ത് ചെയ്യാം, ID കാർഡ് ഇട്ട് നമുക്ക് അഭിമാനത്തോടുകൂടി നടക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ അടുത്ത 31-ാം തീയതി എക്സാം ഉള്ളവരുണ്ട്. 4 ജില്ല: എറണാകുളം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ. ഈ ജില്ലയൊക്കെ ഒക്ടോബർ 31-നാണ്. നിങ്ങൾ ഏത് ജില്ലക്കാരനായാലും ഏത് ഡേറ്റ് ആയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് തുടങ്ങിയ സാറേ എനിക്ക് കിട്ടും, എനിക്കൊന്നും അറിയില്ല. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആവശ്യകതയാണ്. ഇപ്പം എൻ്റെ ആവശ്യകതയാണ് എനിക്ക് ജോലി കിട്ടുക എന്നുള്ളത്. ഞാൻ വേണം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യാണ്ട് സിസ്റ്റമാറ്റിക്കലി പഠിക്കുക. അല്ലാണ്ട് ഞാൻ ഇന്ന് തൊട്ട് എഫേർട്ട് ഇടാമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കറണ്ട് അഫെയർ വായിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്നതിനൊരു സ്ട്രക്ചർ വേണം, നമ്മൾ പഠിക്കുന്നതിനൊരു സിസ്റ്റം വേണം. നമ്മൾ പഠിച്ച സാധനങ്ങൾ മറക്കാണ്ടിരിക്കാനൊരു വഴി, അതിനൊരു മെത്തേഡ്സ് ഫോളോ ചെയ്യണം. മനസ്സിലായോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, അതിൻ്റെ ടൈം കറക്റ്റ് ചെയ്യാൻ പഠിക്കണം, മിസ്റ്റേക്ക് കുറയ്ക്കാൻ പഠിക്കണം. ഇതേപോലെ നമ്മൾ സയൻറ്റിഫിക്കലി നമുക്ക് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ ഇതിനു വേണ്ടി പഠിച്ചു, ഒരാൾ 100% എഫേർട്ട് ഇട്ടു, എന്നിട്ട് സാർ എനിക്ക് കിട്ടിയില്ല, വരുന്നു അടുത്ത എക്സാം, അടുത്ത LD വരും. അടുത്ത LDക്ക് സിലബസ് ഇതേപോലെയാണ്. PSC ഏതിനും കോഴ്സ് സിലബസിൽ മാറ്റമില്ല. അടുത്ത നിങ്ങൾക്ക് ഫോഴ്സ് എക്സാമുകൾ വരുന്നു, അടുത്ത LGS എക്സാം വരുന്നു, എന്തൊക്കെ എക്സാം നമ്മുടെ മുമ്പിൽ ഇനി വരാൻ വേണ്ടിയിട്ടുണ്ട്. അടുത്ത സെക്രട്ടേറിയറ്റ്, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി എക്സാം വരുന്നു. എത്ര എക്സാം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നറിയോ? നിങ്ങളെന്ത് ചെയ്താൽ മതി? നമ്മൾക്ക് അറിയാം PSCയിൽ ഓൾറെഡി ഇപ്പോൾ സമരമൊക്കെ നടക്കുന്ന ടൈമാണില്ലേ? സമരമൊക്കെ നടക്കുന്ന ടൈമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്?
നമുക്ക് ആവശ്യമായിട്ടുള്ള വേക്കൻസികളില്ല എന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നില്ല. മനസ്സിലാക്കുക, നമ്മളെപ്പോഴും എന്താണ് ടോപ്പ് റാങ്കുകളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. കൂടാതെ നമുക്കെന്താണ് പ്രാക്ടിക്കലി ചിന്തിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, മറ്റേതൊരു കൂട്ടം ആൾക്കാർ വേണം. നമുക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? നമ്മൾ പഠിച്ച് നമ്മൾ ആദ്യ റാങ്കുകൾ എത്തുക എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ളൊരു നമുക്ക് ഏറ്റവും പെട്ടെന്ന് ജോലി മേടിക്കാനുള്ളൊരു സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ഏറ്റവും നന്നായിട്ട് പഠിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ് ഞാൻ ബേസിക്കായിട്ട് എഴുതിയെന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഡിസ്ട്രിക്ട് വൈസ് എക്സാമാണ്, ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ, സാലറീസ് ഉണ്ട്, ഇത്രയും പോസ്റ്റ് ഉണ്ട്. നമ്മളുടെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ജില്ലയിലും എത്ര പോസ്റ്റ് വെച്ച് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇത്തവണ എക്സാം എഴുതാൻ ഇത്ര ആൾക്കാരുണ്ട്, അതിലൊന്നും കാര്യമില്ല. കാരണം നമ്മൾ മത്സരിക്കുന്നത് നമ്മളോടാണ്. ഓക്കെ, നമ്മുടെ സിലബസ് ഈ പറയുന്നതാണ് നമ്മളുടെ സിലബസും കാര്യങ്ങളും എല്ലാം ഇതൊക്കെയാണ്. ചരിത്രത്തിൽ നിന്ന് ഇത്ര പോയിന്റ്, ഇതേ സിലബസ് ഒക്കെ തന്നെയാണ് ഏതിനും. നമ്മളുടെ എല്ലാ ടോപ്പിക്കിലും വരുന്ന കോർ കൺസെപ്റ്റ് ഒരു 75% ടോപ്പിക്ക് PSCക്ക് മാറുന്നില്ല. നിങ്ങൾ പഠിക്കുന്നത് ബേസാണ്. പിന്നെ വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുമെന്ന് മാത്രം. സിലബസുകളെല്ലാം എന്ത് ചെയ്യുക? കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇനിയുള്ള സമയം നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 70 ഡേ ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്ന പോലെ ഒരു കോഴ്സ്. ഇത് നിങ്ങൾക്ക് എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? നമ്മൾ സ്ഥിരം വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ. നിങ്ങൾക്ക് ഓരോ ദിവസം എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞുതരും. 70 ദിവസം കൊണ്ട് ഈ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലൈവ് റെക്കോർഡഡ് ക്ലാസ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സ്പെഷ്യൽ കറണ്ട് അഫെയർ സെക്ഷൻസ്, മോട്ടിവേഷൻ സെക്ഷൻസ്, പിന്നെ എന്തൊക്കെയാണ് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ? പക്ഷെ മനസ്സിലാക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്? എനിക്ക് ജോലി കിട്ടണമെന്ന് എൻ്റെ ഉള്ളിലെ ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ നന്നായിട്ട് പഠിക്കാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മെത്തേഡ്, നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽ, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞങ്ങൾക്ക് തരാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എനിക്ക് അടുത്ത കൊല്ലം അല്ലെ അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ എനിക്കൊരു സർക്കാർ ജോലി നേടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു അപ്ഡേറ്റോട്ട് വരുന്നത് വരെ കാണാം.